ഹായ് ഓൾ. ഇന്ന് രാവിലെ തന്നെ നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മുകളിലേക്ക് വന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് മുകളിലേക്ക് വന്ന ശേഷം നമ്മൾ റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തി അല്ലേ. ഒരു 9:30 ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്യാൻഡിൽ നമ്മൾ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നില്ല. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ മുകളിൽ, അതായത് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ഒരു പുട്ട് സൈഡിലേക്ക് ഒരു ബൈ എടുത്തിരുന്നു, ചെറിയ ക്വാണ്ടിറ്റി എടുത്തത്. അത് കുറേ, പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്നെങ്കിലും പ്രീമിയം കയറുന്നുണ്ടായിട്ട് ആദ്യമൊന്നും ചെറിയ തോതിൽ പ്രീമിയം മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഫ്ലക്ച്വേഷൻ ഇങ്ങനെ മുകളിലേക്ക് പോകുക താഴേക്ക് വരിക അങ്ങനെ നിന്നുകൊണ്ടുണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അത്യാവശ്യം പിന്നീട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടാകുമ്പോൾ നമ്മൾ നല്ലൊരു പ്രോഫിറ്റിൽ ഇറങ്ങിയത് എല്ലാവരും. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ബാക്കി അവിടെ വെച്ച് 2-3 ക്വാണ്ടിറ്റി വെച്ചിരുന്നു. 3 ക്വാണ്ടിറ്റിയാണ് വെച്ചത്. അതിന് നല്ലൊരു പ്രോഫിറ്റ് ലാസ്റ്റ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. നല്ലൊരു ലാഭം കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എല്ലാ ക്വാണ്ടിറ്റി ഒന്നിച്ചിറങ്ങൂല, എക്സിറ്റ് ആവില്ല. പ്രോഫിറ്റ് ആകുന്ന സമയത്ത് കുറച്ച് നമ്മളെ ലോട്ട് സൈസ് നോക്കിയിട്ട് കുറച്ച് ഇറങ്ങും, അതിനുശേഷം ബാക്കിയുള്ള കുറച്ചവിടെ വെക്കും, ബാക്കിയുള്ളത് കുറച്ചുകൂടി നല്ല പ്രോഫിറ്റിലേക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോകുക ചെയ്യുന്നത് സാധാരണയില്ല. അപ്പോൾ ഇന്നും പി സൈഡിലേക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിരുന്നു. ഇനി കിട്ടാതെ പോയ ട്രേഡ് ഏതാ വെച്ചെങ്കിൽ ഉച്ചക്ക് ഒരു 1:30 ശേഷമുള്ള ട്രേഡ് ഉണ്ടല്ലോ, നല്ലൊരു അപ് ട്രെൻഡ്, അത് കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ നമുക്ക് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും മുകളിലേക്ക് പോകുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകുമായിരിക്കും, ഓക്കെ യഥാർത്ഥത്തേക്ക് വിടാമെന്ന് നിലക്ക് നമ്മൾ ഇട്ടതാണ്. പക്ഷേ അത് വലിയ കാര്യമാക്കിയിട്ട് എടുത്തില്ല. പക്ഷേ അത് നല്ലൊരു അപ് ട്രെൻഡ് കിട്ടിയിരുന്നു, നന്നായിട്ട് മുകളിലേക്ക്. പക്ഷേ അവിടെ നല്ലൊരു ബൈങ് സോൺ ആയിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച് കുറച്ച് മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് അവിടെ നിൽക്കുമായിരിക്കും, പിന്നെ നാളെ മറ്റേ ഒരു അപ് ട്രെൻഡിലേക്ക് പോകുള്ളൂ എന്നൊരു കണക്കൂട്ടിലേ നിന്നത്. പക്ഷേ ഇന്ന് തന്നെ ഇത്രയും വലിയ റാലി മാർക്കറ്റിൽ ഉണ്ടാകും തീരെ പ്രതീക്ഷിച്ചു. അവിടെ ആ ട്രേഡ് നമുക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ ലെവലുകളിൽ ഇല്ലാത്തൊരു ട്രേഡായിരുന്നു. അതുകൊണ്ട് പിന്നെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു. പക്ഷേ അതിനൊരു മൈൻഡ് വന്നിട്ടില്ല നമുക്ക്, കാരണം വേറെ കുറേ പരിപാടികളുണ്ടായതുകൊണ്ട് ആ ഒരു മൈൻഡ് വന്നിട്ടില്ല. ആ ട്രേഡ് കിട്ടിയില്ല. അപ്പോൾ രാവിലെയുള്ള നല്ലൊരു ട്രേഡ് മാത്രമേ ഉണ്ടായിട്ടൊന്ന്. ചില ആൾക്കാർക്കൊക്കെ അവസാനത്തെ ട്രേഡ് കിട്ടിയിട്ടുണ്ടാകും. കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താഴെ അവസാനത്തെ ട്രേഡ് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്താ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നല്ല, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയത് സി സൈഡിലേക്ക്. അത് കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഏതായാലും കിട്ടിയിട്ടില്ല. ഗ്രൂപ്പിലും ആരെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിലായിരിക്കും കിട്ടിയവരുണ്ട്, അവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നാളത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ അതേ ലെവലുകളൊക്കെ തന്നെ നാളെയുള്ളൂ. കാരണം വെച്ചെങ്കിൽ ഇന്നലെ പറയുന്ന സമയത്ത് മാർക്കറ്റ് എവിടെയുണ്ട്, ഏകദേശം ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ. അത് നമുക്ക് 24,550 മുതൽ 24,530 വരെയുള്ള റേഞ്ച് ഇപ്പോഴും എടുക്കാം. മുകളിലേക്ക് 24,675 വരെയുള്ള റേഞ്ച് എടുക്കാം, 675. അപ്പോൾ ഇതിനിടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഏത് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. മിക്കവാറും നാളെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഒരു വലിയ ഫ്ലക്ച്വേഷൻ, വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായ ശേഷം ഒരു സൈഡ് വേസ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും സൈഡ് വേസ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വ്യൂ വെക്കുന്നില്ല. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് ആ സൈഡിലേക്ക് എടുക്കാമെന്നുള്ള കണക്കൂട്ടിൽ ഞാൻ നാളെ നിൽക്കുന്നത്. അപ്പോൾ മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് പറഞ്ഞാൽ 24,675, 24,740, പിന്നെ മേജറായിട്ട് 24,800. അഥവാ നാളെ 24,800 മാർക്കറ്റ് എത്തുകയാണെങ്കിൽ എന്തായാലും പി സൈഡിലേക്ക് ഞാൻ ഒരു ബൈ എടുക്കും. കാരണം അവിടെ ഒരു സെൽ ഓഫ് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ മാർക്കറ്റ് ഇന്നത്തെ പോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് വരുന്ന നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഇനി ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയ ശേഷം പി സൈഡിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ കുറച്ചൊരു കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുന്നുള്ളൂ. പിന്നെ സൈഡ് വേസ് ഓപ്പണിംഗ് ആണ് ഞാൻ പറഞ്ഞല്ലോ, ഏത് സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കും. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ട് നന്ന താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ബൈ വന്നില്ലേ, ഒരു റെഡ് ലൈൻ കൊടുത്തിട്ട് ആ ലൈനിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തുകയാണെങ്കിൽ ഒരു സി സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് മിക്കവാറും സ്ട്രാറ്റജി ബേസിലായിരിക്കും എടുക്കുന്നത്. വെറുതെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യല്ല, ഓപ്ഷൻ ബൈ ചെയ്യും, അപ്പോഴത്തെ ഓപ്ഷൻ സെല്ലും ഉണ്ട്. അതിൻ്റെ റിസ്ക് നോക്കിയിട്ട് ആ റിസ്ക് മൊത്തമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന റിസ്ക് മാത്രം എടുത്തിട്ട് ട്രേഡ് ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഓപ്ഷൻ ബൈ ചെയ്യില്ല. എന്തായാലും അപ്പ് സൈഡിലേക്ക് വരുന്നുണ്ട്, അത്ര ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് ഓപ്ഷൻ ബൈ ചെയ്യില്ല. എന്തെങ്കിലും സ്ട്രാറ്റജി വെച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. കാരണം അഥവാ റോങ് സൈഡിലേക്ക് പോയാൽ കുറച്ച് സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ പൊസിഷൻ കുറച്ച് നേരം കൂടി ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ലോസ് കുറച്ചുകൊണ്ട് വരാം. അഥവാ തിരിച്ച് വന്നാൽ എപ്പോഴാണ് തിരിച്ചിട്ട് ആ സമയത്ത് പ്രോഫിറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ ചെറിയ ലോസിൽ ഇറങ്ങാം. അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് മാത്രമേ നാളെ സി സൈഡിലേക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഇന്നത്തെ ലെവലുണ്ടല്ലോ, ഇന്നിപ്പോൾ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയത്. ഇന്നത്തെ ഞാൻ വരച്ച് 24,300, 24,550. അതിൻ്റെ താഴെ കുറച്ച് ഓപ്പണിംഗ് ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ താഴത്തേക്ക് വരണമെന്നില്ല, ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. ഒരു 3-4 ക്യാൻഡിൽ വെയിറ്റ് ചെയ്യും. കാരണം എന്താണ് അവിടെ പ്രൈസ് ആക്ഷൻ നടക്കുന്നത് നോക്കും. അതിനുശേഷം മാത്രമേ ഞാൻ ബൈ ചെയ്യുള്ളൂ. മിക്കവാറും അത് മുകളിലേക്ക് തന്നെ വരാനുള്ള സാധ്യത, അതായത് അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരാനാണ് കൂടുതൽ സാധ്യത. വീണ്ടും അത് ടച്ച് ചെയ്ത് താഴേക്ക് പോകാൻ സാധ്യത. പക്ഷേ സൈഡ് വേസ് ഓപ്പണിംഗ് ആയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് നന്നായിട്ട് താഴത്തേക്ക് വരും. ഓക്കെ, അത് ഓപ്പണിങ്ങിനനുസരിച്ചിട്ടായിരിക്കും നാളത്തെ നിഫ്റ്റിയുടെ റേഞ്ചൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, ഏത് ഭാഗത്തേക്ക് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ഞാൻ എന്തായാലും നാളെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ട് കറക്റ്റ് ലെവലിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ ഈ ലെവലുകൾക്കല്ലാതെ എന്തെങ്കിലും വരുന്നത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ലെവലുകൾ നിങ്ങൾ ഇന്നലെ വരച്ചാത്ത ലെവലുകൾ തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നടക്കണം. ഓക്കെ.